നമ്മുടെ ചാനലിൽ ബെൻസ്, BMW, ഓഡി, റേഞ്ച് റോവർ, ടൊയോട്ടയുടെ വാഹനങ്ങൾ, മാരുതിയുടെ വാഹനങ്ങൾ, ഒട്ടനവധി പ്രീമിയം വാഹനങ്ങളും ചെറുതും വലുതുമായിട്ട് കാറുകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേ ചില കമൻറ്റുകൾ കാണാറുണ്ട്. നമുക്കിതൊക്കെ കാണാനേ വിധിയുള്ളൂ, വാങ്ങാൻ യോഗമില്ല, വാഹനം കണ്ട് നമ്മുടെ ആഗ്രഹം തീർക്കുക. ചിലർ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ചെറിയ ഒരു അനുഭവം പങ്കുവെച്ചിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ടൊയോട്ടൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ടൊയോട്ട ഇന്നോവയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായൊരു വീഡിയോ തന്നെക്കാരം, അല്ലെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ തന്നെക്കാരം. അതായത് ടൊയോട്ട ഇന്നോവയുണ്ട്, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ടൊയോട്ട ഇന്നോവ ഹൈക്രോസും ഉണ്ട്. അപ്പോൾ 3 തലമുറ ടൊയോട്ട ഇന്നോവ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയേണ്ടായ കാരണം, ഇപ്പോൾ നമ്മൾ ബെൻസും BMW-യും ഓഡിയും റേഞ്ച് റോവർ ഇതൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. നമ്മൾ വീഡിയോ കാണുന്ന, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും തീർച്ചയായിട്ടും ഈ വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും വാങ്ങും. അതിന് നിങ്ങൾ കഠിനമായി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സ്വപ്നം കാണണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തായാലും വാങ്ങാം. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ ചെറുപ്പം മുതലേ ഒപ്പം കളിച്ച് നടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു മാരുതി 800 AC ഉള്ളൊരു വാഹനം, ഒരു 40,000-50,000 രൂപേൻ്റെ ഒരു വാഹനം വാങ്ങിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയി. പിന്നെ വന്നിട്ട് അദ്ദേഹം വാഹനം വാങ്ങിച്ചത് ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ C-ക്ലാസ് വാഹനമാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആഗ്രഹവും പിന്നെ അദ്ദേഹത്തിന് വാങ്ങാൻ കഴിഞ്ഞ വാഹനം എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറയേണ്ടായ കാരണം എന്താ വെച്ചാൽ നമ്മൾ നെഗറ്റീവ് ചിന്താഗതി ഒഴിവാക്കുക. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മനസ്സിൽ അടിയുറക്കി, കാരണം നിങ്ങൾക്കും ഇത്തരം വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളല്ല നിങ്ങളുടെ മറ്റു സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. നമുക്ക് കഴിയൂല, എന്നെക്കൊണ്ട് സാധിക്കൂല, അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ തലമുറയത്ത് പൈസ ഇല്ലാതെ ആയിപ്പോയി, അതൊക്കെ ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിച്ചിരുന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവയും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയും ടൊയോട്ട ഇന്നോവ ഹൈക്രോസുമാണ്. അപ്പോൾ ഈ 3 വാഹനങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഈ 3 വാഹനങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളും പാടുണ്ട്. അതും പാടെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ 2005 ടൊയോട്ട ആദ്യമായി ഇന്നോവയെ നമുക്ക് പുറത്തിറക്കിയത്. നമുക്ക് ഇന്ത്യയിൽ വന്നു തുടങ്ങിയത് 2005. അപ്പോൾ 2005 വന്ന ഇന്നോവ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തെ ഷേപ്പും അല്ല, അതിൻ്റെ മുന്നത്തെ ഷേപ്പാണ്. അത് ഞാൻ വീഡിയോൻ്റെ സൈഡിൽ കാണിക്കാം. ഫസ്റ്റ് ജനറേഷൻ ഇന്നോവ അത് 2005, 2006, 2007, 2008 കാലഘട്ടം വരെ വന്ന് 2010-ലും 2011-ലും ടൈപ്പ് 2 വന്നു, 12-ലും 13-ലും ടൈപ്പ് 3 വന്നു, പിന്നെ 13-ൽ തന്നെ ടൈപ്പ് 4ഉം വന്നു. അങ്ങനെ 13, 14, 15, 16 ടൈപ്പ് 4 വേരിയൻറ്റ് മാത്രം വന്ന് 2016 ഇന്നോവ ക്രിസ്റ്റ വന്നത്. അപ്പോൾ 2016 ഇന്നോവ ക്രിസ്റ്റ വന്നപ്പോഴേ ഈ ഒരു കാണുന്ന വാഹനത്തിൽ നിന്ന് അടിമുടി മാറി ഒട്ടനവധി മാറ്റങ്ങളോട് കൂടിയാണ് ഈ ഒരു വാഹനം വന്നത്. ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടണം, നടുവേ ഓടിയില്ലെങ്കിൽ നമ്മൾ ഔട്ടാവുമെന്ന് പറയലുണ്ട്. ഇപ്പോൾ നടുവേ ഓടിയിട്ടും കാര്യമില്ല, ഇപ്പോൾ മുന്നിൽ ഓടേണ്ട ടൈമാണ്. കാരണം ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അത് തീർച്ചയായിട്ടും ടൊയോട്ടയിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനുമുണ്ട്. 2005 ഇറങ്ങിയ ഇന്നോവ 2011, 10, 11 കാലഘട്ടത്തിൽ ഫേസ് ലിഫ്റ്റ് വന്നു, ഒന്ന് മാറ്റം വരുത്തി ഇറക്കി. അതിനുശേഷം അവർ 12-ൽ വീണ്ടും ലുക്ക് മാറ്റി. അതിനുശേഷം അവർ 15-ക്ക് വന്നപ്പോൾ ഇൻറ്റീരിയറിൽ അപ്ഡേഷൻ കൊണ്ടുവന്നു. അതിനുശേഷം 16-ൽ അടിപൊളി മാറ്റിയിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ വന്നത്. ഇപ്പോൾ ഇന്നോവയും ഇന്നോവ ക്രിസ്റ്റയും താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടനവധി വ്യത്യാസം. അപ്പോൾ ഈ ഒരു വാഹനം ടൊയോട്ട ഇന്നോവ എന്ന് പറഞ്ഞാൽ MPV സെഗ്മെൻറ്റിലെ രാജാവ് എന്ന് തന്നെ പറയാൻ പറ്റിയ വാഹനമാണ് ടൊയോട്ട ഇന്നോവ. ആ ഹൈക്രോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ലെങ്ത് ആയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഹൈക്രോസിൻ്റെ ആകെ 300 കിലോമീറ്റർ ഓടിയ ഏറ്റവും പുതിയ മോഡൽ വാഹനമാണ് ആ വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ഹൈബ്രിഡ് വേരിയൻ്റാണ്. ഏകദേശം കമ്പനിയിൽ ഇപ്പോൾ 18 മാസം ബുക്കിങ്ങില്ല വണ്ടിയാണ്. നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ മുന്നേ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പറഞ്ഞതേ ഇന്നോവയിൽ അപ്ഡേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ ഏറ്റവും Z ഓപ്ഷനിൽ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെ ഇന്നോവയിൽ വന്നിട്ടില്ല.
ഇന്നോവയിൽ ഓൺലി മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നത് ഡുവൽ എയർ ബാഗ്, അത്ര ഇൻറ്റീരിയറിൽ മാറ്റം വന്നു, സെൻട്രൽ എ സി, ബാക്ക് വൈപ്പർ, അലൈവീൽ കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഫുൾ ഓപ്ഷൻ വാഹനമായിരുന്നു. സൺറൂഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നോവ ക്രിസ്റ്റയിലോട്ട് വന്നപ്പോൾ ഇതിൽ അവർ ഒട്ടനവധി മാറ്റം. ഇപ്പോൾ ഇത് നമ്മൾ 2005 വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് 2016 ഫേസ് ലിഫ്റ്റ് ചെയ്തിരുന്നു. ആ പണിയൊന്നും ക്രിസ്റ്റ നമുക്ക് ഈ വണ്ടി ഒരിക്കലും ആക്കാൻ കഴിയില്ല. ഇതിലേക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു, ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് മാറ്റങ്ങൾ വന്നു, എൻജിനിൽ മാറ്റം വന്നു, പവർ മോഡ് പറഞ്ഞ വേരിയൻറ്റ് വന്നു, പിന്നെ കംപ്ലീറ്റ് ഇൻ്റർകൂളർ എൻജിൻക്ക് ഇന്നോവ ക്രിസ്റ്റ മാറി. ഇന്നോവയിലാവുമ്പോൾ ഇൻ്റർകൂളർ എൻജിൻ അഡീഷണൽ ചെയ്തു വന്ന വാഹനത്തിലായിരുന്നു വന്നിരുന്നത്. ഇതിലാവുമ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ മാറി. ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവയും നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ലെവൽ അപ്ഡേഷൻ ടൊയോട്ട കൊണ്ടുവന്ന് 16 മുതൽ 2022, 23 കാലഘട്ടം വരെ ക്രിസ്റ്റ വന്നു. ഇപ്പോഴും ക്രിസ്റ്റ വരുന്നുണ്ട്. അതിനുശേഷം ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇപ്പോൾ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തോടു കൂടി ഒരുപാട് അപ്ഡേഷനാണ് ഇന്നോവ ഹൈക്രോസിൽ വന്നത്. ഒട്ടനവധി വ്യത്യാസങ്ങൾ. അതായത് ഒരു ലക്ഷറി വാഹനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഹൈക്രോസിനെ ഇന്നോവ കൊണ്ടുവന്നു. കാരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു ബ്രാൻഡുകളൊക്കെ MPV സെഗ്മെൻറ്റിലാണെങ്കിലും SUV സെഗ്മെൻറ്റിലാണെങ്കിലും ഒട്ടനവധി അപ്ഡേഷൻസ് വരുമ്പോൾ ടൊയോട്ട വന്നില്ലെങ്കിൽ ടൊയോട്ട മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുന്നില്ലേ ചിന്ത കൊണ്ടാവും ഇതിൽ ഒട്ടനവധി ഓപ്ഷൻസും പിന്നെ ഫീച്ചേഴ്സും ഒക്കെ അഡീഷണൽ കൊടുത്ത് കിഡിലെ ലുക്കിൽ തന്നെ ഇന്നോവ ഹൈക്രോസും വന്നു. ഇത് കംപ്ലീറ്റ് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്തേണ്ടത് തന്നെ ഉണ്ട്. പക്ഷേ ഇന്നോവ ഹൈക്രോസ് വന്നപ്പോൾ ഡീസൽ എൻജിൻ വരുന്നില്ല, ഉള്ളി പെട്രോൾ എൻജിനാണ് വരുന്നത്. പെട്രോൾ എൻജിനിൽ തന്നെ ഹൈബ്രിഡ് എൻജിൻ വരുന്ന ഓപ്ഷനുണ്ട്. ഇത് ഈ ഒരു വാഹനം ഹൈബ്രിഡ് വാഹനമാണ്. 2024 മോഡൽ, 24 രജിസ്ട്രേഷനിൽ വെറും 300 കിലോമീറ്റർ ഓടിയ ഈ ഹൈക്രോസിൻ്റെ വിശേഷങ്ങളാണ് ഇനി ഇതിൽ കംപ്ലീറ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സെയിലിനുള്ള വാഹനമാണ്, അതിൻ്റെ വിശേഷമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. നമ്മുടെ ഷോറൂം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പരിചയപ്പെടുത്തുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ ചിലപ്പോൾ നമ്മുടെ ഓട്ടോമോട്ടീവ് രംഗത്ത് തന്നെ ആദ്യമായിട്ടേ കാരണം ഇന്നോവയുണ്ട്, ഇന്നോവ ക്രിസ്റ്റയുണ്ട്, ഹൈക്രോസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താരതമ്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും. ഇന്നോവ ക്രിസ്റ്റയൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് പിന്നെ പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നോവ ഹൈക്രോസിൻ്റെ 2 വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമാർ നിങ്ങളെ കാണിക്കാം. നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്ത് തന്നെ ഈ ഒരു വാഹനത്തിനെ പറഞ്ഞു തുടങ്ങാം. കാരണം നല്ല മഴ വരുന്നുണ്ട്, മഴ എപ്പോഴാണെങ്കിലും പൊളിഞ്ഞാടും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് തന്നെ തുടങ്ങാം. ഈ ഒരു വാഹനം കണ്ടങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നോവൻ്റെ ഇൻറ്റീരിയർ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കുക ഈ വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നോവ ക്രിസ്റ്റൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ കാണി. ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെയല്ല. എങ്ങനെയാണ് നമ്മൾ പിന്നെ കാലഘട്ടം മാറുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ഈ ടൊയോട്ടനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്കൊക്കെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനുള്ള മടി ഉണ്ടാവും. ആ മടി നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിലും ഇന്നോവ ഹൈക്രോസിലൊക്കെ കണ്ടിരുന്നു. കാരണം ആ ഇന്നോവയിൽ ഉണ്ടായിരുന്ന യാത്രാസുഖം നമുക്ക് ക്രിസ്റ്റയിൽ കിട്ടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്റ്റയിൽ നിന്ന് ഹൈക്രോസിലോട്ട് വന്നപ്പോൾ ആ യാത്രാ കംഫർട്ടും പാടെ അടിപൊളിയായി. ഇന്നോവ ക്രിസ്റ്റേനെക്കാട്ടിലൊന്നും കൂടെ യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഹൈക്രോസിലുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഞാൻ വ്യക്തമായും ശക്തമായും ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാൻ മുതലുണ്ടായത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത്. മുന്നേ നമ്മൾ വീഡിയോ ഫസ്റ്റ് ഹൈക്രോസ് ഇറങ്ങിയ ടൈമിൽ തന്നെ ഒരു റിവ്യൂ ഹൈക്രോസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അതും ഹൈബ്രിഡ് ആണോ അല്ലേ എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ഹൈക്രോസ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈബ്രിഡ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴേ ഒരു പ്രീമിയം വാഹനത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ഓഡി, മെഴ്സിഡീസ് ബെൻസ് അല്ലെങ്കിൽ BMW വരുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ടൊയോട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു സൺറൂഫ് ഉണ്ടായിരുന്നില്ല. അതുവരെ സൺറൂഫ് കൊടുത്തു. പക്ഷേ സൺറൂഫ് ടൊയോട്ട കൊണ്ടുവന്നപ്പോൾ പനോരമിക് റൂഫ് തന്നെ കൊടുത്തു. ഇത് സത്യത്തിൽ നമ്മൾ ഹുണ്ടായി ക്രെറ്റ ആണെങ്കിലും കിയ സെൽട്ടോസിലാണെങ്കിലും ഇത്തരം വാഹനങ്ങളിൽ പോലും സൺറൂഫും പനോരമിക് സൺറൂഫൊക്കെ വരുന്നുണ്ട്. ടാറ്റ സഫാരിയിലാണെങ്കിലും ഹാരിയറിലാണെങ്കിലും ഇതിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോവ പുതിയൊരു ജനറേഷൻ വന്നപ്പോൾ ഇതിൽ A to Z ഫങ്ഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ട് ഒരു ലക്ഷറി ഫീൽ തന്നെയാണ് ടൊയോട്ട പുറത്തിറക്കിയത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് കീയിലെ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കീ. ഇതൊരു പുതിയ വാഹനം കേട്ടോ, കീ പോലും കവർന്നെടുത്തിട്ടില്ല. നിങ്ങൾ ഷോറൂമിൽ പോയി പുതിയൊരു ഹൈക്രോസ് ഹൈബ്രിഡ് ഹൈ എൻഡ് വേരിയൻ്റ് എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ പോയിട്ട് കാര്യമില്ല. 10-18 മാസം അല്ലാതെ കിട്ടൂല. ഞാൻ അന്ന് ഷോറൂമിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ 10-18 മാസം ബുക്കിംഗ് ഉണ്ട്. അതേപോലെ 40,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
പിന്നെ ഈ ഒരു വാഹനത്തിൽ ഏകദേശം 40,40,000 50,000 ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതേപോലെ 60,000 രൂപ ഇതിന്മേ എക്സ്ട്രാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. ബാക്ക് ബമ്പറിൽ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺലി 300 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റെഡിയിൽ വണ്ടി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നേരെ വന്നാൽ നാളെ നിങ്ങൾക്ക് വണ്ടി കിട്ടും. ആ ഒരു ഓപ്ഷൻ ഇതിമുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് കീലെസ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. നമ്മൾ നോർമൽ കീ തന്നെയാണ്. ഇത് നമുക്ക് ജസ്റ്റ് വെല്ലൊന്ന് ഈ കവർന്നെടുക്കുക, എന്നിട്ട് നിങ്ങളെ കാണിക്കുക. ഒരു പുതിയ വണ്ടിയിലിരിക്കുമ്പോൾ ആ പുതിയ മണക്കം ഉണ്ടാകുമ്പോൾ ഒരു ഫീലോ കാണിങ്ങൾ. പുതുപുത്ത വണ്ടി എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കവറിൻ്റെ സൗണ്ടുകൾ, അതൊക്കെ ഒരു വണ്ടി പ്രാന്തന്മാരെ ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പുതിയ വണ്ടീൻ്റെ മണം അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അടിപൊളി സ്മെല്ലാട്ടോ. അത് വേറൊരു അത് എന്താ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ഈ വണ്ടിൻ്റെ പ്രാന്തന്മാർക്കൊക്കെ അത് പെട്ടെന്ന് ഓടും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ കവറിന് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫോർച്യൂണറിലും ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്നോവ എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടി ഒരു അടിപൊളി കീ വന്നിട്ടുണ്ട്. നമ്മളിത് ചെറിയ കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ലാഗാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളിൽ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാത്ത, ഇത്തരം വാഹനങ്ങളിൽ കയറാത്ത, ഇതൊന്നും കാണാത്ത ആൾക്കാരുണ്ട്. ഒരു 40% ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ ഇവിടെ നേരിട്ട് വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷമാണ്. നിങ്ങൾ ആ ഗിയർ മാറ്റിനെ കാണിച്ചു തന്നുകൊണ്ട് എനിക്കത് മനസ്സിലായി. ഇവിടെ വരുമ്പോൾ തന്നെ ഓൽക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് അറിയും. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്ത് ഉപയോഗിച്ചവർക്കുള്ളവരെ ഇത് അറിയുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ കണ്ടി നാളെ മറ്റന്നാൾ ലോഞ്ച് ചെയ്യണ വണ്ടിൻ്റെ ഇൻറ്റീരിയറും ഇതൊന്നും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കഴുകി കിട്ടാതെ നമുക്കറിയില്ല. ഇത്തരം വീഡിയോകളിലൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ക്ഷമിക്കണം. ലാഗ് ആകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ടെ. അപ്പോൾ ഇത് കീയിലെ സ്റ്റാർട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കീ വാഹനത്തിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരുവിധ ആൾക്കാരാണെങ്കിൽ വീണ്ടും നിൽക്കും. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ വീണ്ടും നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമല്ല. വാഹനം സ്റ്റാർട്ടായ എൻജിൻ സൗണ്ട് നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. കാരണം ഇത് ഹൈബ്രിഡ് എൻജിനാണ്. ഹൈബ്രിഡ് എൻജിൻ എന്ന് പറയുമ്പോൾ ഇതിൽ പെട്രോൾ എൻജിനും വരുന്നുണ്ട്. ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ സഹായത്തിലും ഈ ഒരു വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റും. അത്യാവശ്യം ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ എൻജിൻ ഓണായി നമുക്ക് പെട്രോൾ എൻജിൻ ഇത് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ARI മൈലേജ് പറയുന്നത് 23 കിലോമീറ്ററോളം കമ്പനി മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു 10-18 കിലോമീറ്ററൊക്കെ നമുക്ക് ഈ ഹൈബ്രിഡ് എൻജിനിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. ഈ ഹൈബ്രിഡ് വാഹനം ഓടിക്കാനും നല്ല രസമാട്ടോ. അതൊക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒട്ടനവധി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്റ്റയിലും ഉണ്ട് കേട്ടോ. അതേപോലെ മാനുവലി നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏത് രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഒട്ടനവധി ഓപ്ഷൻസ്, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമുക്ക് വേണ്ട ന്യൂജൻ ടെക്നോളജികൾ കാര്യങ്ങൾ എല്ലാ ഓപ്ഷനും വരുന്ന ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ AC-ൻ്റെ ഭാഗങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇത് നമ്മളെ സീറ്റ് വെൻറ്റിലേഷനാണ്. അതുവരെ ഇന്നോവയിൽ കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ അത് നോക്കുമ്പോഴേ ഫോർച്യൂണറിൻ്റെ ഇതിലാറ് അടിപൊളി ഇൻറ്റീരിയർ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇത് ഫോർച്യൂണറിൻ്റെ ഇതിലാറ് ഒരു പ്രീമിയം ടച്ച് തരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു 17, 18, 19 വന്ന ഫോർച്യൂണറിൽ സൺറൂഫോ കാര്യങ്ങളോ ഇത്തരം ഫീച്ചേഴ്സോ ഒന്നുമില്ല. ഇതാണെങ്കിൽ സീറ്റ് വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി തൈ സപ്പോർട്ടോട് കൂടി നല്ല കിടിലം സീറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹായ്, എന്താ പേര്? ബാ ഇബ്രാഹിമോ? എവിടെ വീട്? പേരിട്ടെടുക്കേ. വണ്ടി വാങ്ങാൻ വന്ന? ഏത് വണ്ടിയാ ഇഷ്ടം? ആരൊക്കെ വന്നിക്കണ്? ആരൊക്കെ വന്നിക്കണ്? ഉപ്പുണ്ടോ? ആ, വീഡിയോ കാണലുണ്ടോ? എന്നെ കണ്ടുക്കണോ? മറ്റേ കാണലുണ്ടോ? ആര്? ഇച്ച കാണല്? ആ, ഇച്ചനോ? എവിടെ? ആ, ഹായ്, എന്താ പേര്? സൈനർ. അപ്പോൾ ഇച്ചന് വീഡിയോ കാണല്? ആ, ഓന് കാണലുണ്ടോ? എല്ലാവരും കാണലുണ്ടല്ലേ? സന്തോഷം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഫുള്ളാക്കി ഇപ്പോൾ വരാം. ആ, എവിടെ വീട് പറഞ്ഞേ? കാസർഗോട്ടുകാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് അല്ലേ? എന്നൊരു ഹായ് കൊടുക്ക്. അപ്പോൾ നാളെ ഞാൻ ഈ വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങളീ കാണാം. നമ്മൾ രാത്രി വീഡിയോ എടുക്കുമ്പോൾ കമൻറ്റിൽ പറയുന്നുണ്ട് രാത്രി വീഡിയോ എടുക്കരുത്. പകൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല അടിപൊളി പിന്നെ സീറ്റൊക്കെ നമുക്ക് കൂളാക്കണമെങ്കിൽ കൂളാക്കാം, ഹീറ്റാക്കണമെങ്കിൽ ഹീറ്റാക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കണ്ടെങ്കിൽ ഇവിടെ ഒരു കുത്ത് കാണുന്നുണ്ടാവും. ഇതിലൊക്കെയാണ് നമ്മൾ പിന്നെ സീറ്റ് വെൻറ്റിലേഷൻ്റെ എയർ ഫ്ലോ വരിക.
അതിനാണ് ഇവിടെ ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇവിടെ കണ്ടങ്ങൾ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് USB പോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വാഹനം നമ്മൾ ഇന്നോവയിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റയിൽ നിന്നൊക്കെ മാറി ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം കണ്ടങ്ങൾ അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിൽ തന്നെ ഒരു യുണീക്ക് സ്റ്റൈലിൽ തന്നെ ഈ സെൻട്രൽ കൺസോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇത്ര രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ്ടോ, ഇപ്പോൾ പാർക്കിംഗ് ഗിയറിലാണ്, നേരെ റിവേഴ്സ്, പിന്നെ ന്യൂട്രൽ, ഡ്രൈവ്. നമുക്ക് റിവേഴ്സ് ഗിയർക്ക് മാറുന്നതോടുകൂടി ക്യാമറ ഓൺ ആകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ നമുക്ക് ആ ക്യാമറ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏറ്റവും ബാക്കിൽ നോക്കുമ്പോൾ ലേശം ക്ലാരിറ്റി കമ്മിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ മാറ്റി ഒന്നും പാടെ ക്വാളിറ്റി കൂടിയ ക്യാമറ ഒക്കെ വെക്കട്ടോ. ഇത് ടൊയോട്ട കൊടുത്ത ക്യാമറയാണ്. അതേപോലെ ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്, വ്യൂ എന്നില്ല. ഈ വ്യൂ എന്നില്ല ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂ ഈ വാഹനത്തിൽ കിട്ടും. ഇതാണ് ഞങ്ങൾ ചുറ്റുഭാഗം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇത് നമ്മളെ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്കാണ് ഈ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബട്ടണിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് നോർമൽ ഇന്നോവ ക്രിസ്റ്റയിൽ നിന്ന് വന്നതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഇത് ഇവിടെ ബട്ടണിലായിട്ടുണ്ട്. അതേപോലെ ഡ്രൈവ് മോഡുകൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, പവർ മോഡ്, എക്കോ മോഡ്, ഇതിലൊക്കെ നമുക്ക് EV മോഡ്, ഈ 3 മോഡിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റും. അത് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ EV മോഡ് എന്നുള്ളൊരു ബട്ടൺ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ EV മോഡ് അൺഅവൈലബിൾ ആണ്. ഹൈബ്രിഡ് ബാറ്ററിയിലോ, അതായത് ബാറ്ററി ഫുള്ളിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് EV മോഡിലും ഈ വാഹനം ഓടിക്കാൻ പറ്റും. അതിലൊരു ബട്ടണ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലുണ്ടെങ്കിൽ പെഡൽ ഷിഫ്റ്റ് വരെ ഈ ഒരു വാഹനത്തിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അടിപൊളി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒരു സ്പോർട്ടി ലുക്കിലും ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ഇതാണെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ ഇതിലിവിടെ ഒരു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കിടിലം ഒരു പ്രീമിയം ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ആണെങ്കിലും ഇതിൽ 9 or 10 സ്പീക്കർ വരുന്നുണ്ട്. JBLൻ്റെ ഇതാണോ, JBLൻ്റെ ബ്രാൻഡോട് കൂടി തന്നെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ബൂട്ടിലൊക്കെ കാണിക്കാം. ഒരുപാട് JBLൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴേ ഇപ്പോൾ നമുക്ക് ഏത് രീതിയിലും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉയർത്തണമെങ്കിൽ ഉയർത്താം, അതേപോലെ താഴ്ത്തണമെങ്കിൽ താഴ്ത്താം. അപ്പം നിങ്ങൾ ഹൈറ്റ് കമ്മിയുള്ള ആളാണെങ്കിൽ പേടിക്കണ്ട, ഇങ്ങോട്ട് ഉയർത്താൻ പറ്റും. ഹൈറ്റ് കൂടുതലുള്ള ആളാണെങ്കിലും പേടിക്കണ്ട, താഴ്ത്താൻ പറ്റും. അതേപോലെ നമുക്ക് ബാക്കോട്ടാക്കാൻ പറ്റും, അതേപോലെ മുമ്പോട്ടാക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ 1-2 ഡ്രൈവർമാരാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആൾക്കും വേണ്ട മെമ്മറി ഫംഗ്ഷനിൽ സീറ്റ് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ 1-ൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1-ൻ്റെ ആൾ അതേ പൊസിഷനിൽ സീറ്റ് വന്ന് നിൽക്കും. നമ്മൾ 2-ൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്താൽ ആ പൊസിഷനിലും സീറ്റ് വന്ന് നിൽക്കും. പിന്നെ അതേപോലെ മിറർ ഫോൾഡിങ്, അതേപോലത്തെ ചെറിയ ഓപ്ഷൻസ് ഒന്നും പറയേണ്ട, മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടനവധി എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. അതേപോലെ റോഡ് അസിസ്റ്റൻസ്, അതേപോലെ നമ്മൾ അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അടിപൊളി സേഫ്റ്റിൻ്റെ കാര്യത്തിലും ഇന്നോവ ഹൈക്രോസ് മുന്നിൽ തന്നെയാണ്. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഇതിൻ്റെ പുറകു വശത്ത് ഇരുന്നിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇന്നോവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, നമ്മളെല്ലാവരും എടുത്തു പറയൽ എന്താണ്, ഇതിൻ്റെ യാത്രാ കംഫർട്ടാണ്. നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ പോലും നമുക്ക് കിട്ടാത്ത യാത്രാ കംഫർട്ട് നമുക്ക് ഇന്നോവയിൽ കിട്ടലുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനവും നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ്. ഇതാണ് ഇലക്ട്രിക്കലി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മാനുവലി ആണ് ഇതിൻ്റെ സീറ്റിൻ്റെ റോ വന്നിട്ടുള്ളത്. ഇതുണ്ടോ, ഇവിടെ ഒരു ലിവർ വന്നിട്ടുണ്ട്. അത് ഉയർത്തിയാൽ നമുക്ക് ഇത്ര രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ബാക്ക് കൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കാല് കയറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സ്പേസ് ഈ ഇന്നോവ ഹൈക്രോസിലുണ്ട്. കണ്ടോ, ഇത്രത്തോളം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ, സിംഗിൾ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഏത് പൊസിഷനിലും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇത് 7 സീറ്റ് വാഹനമാണ്. ഇതിൽ തന്നെ 8 സീറ്റർ വാഹനം വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 3 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രത്യേക ഒരു കാരണം എന്താണോ, ഇവിടെ ഇതിൻ്റെ ഫ്ലാറ്റ് നോക്കുകയാണ് നിങ്ങൾ. ഇതിൻ്റെ ഫ്ലാറ്റിൽ വേറെ തടവോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരാൾക്കും സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വാഹനം തന്നെയാണ് ഹൈക്രോസ്. ഇനി വേറൊരു സംഭവമാണ് നിങ്ങളെ കാണിക്കുക. നമ്മളെ പ്രീമിയം കാറിലും പാടെ വരാത്തൊരു സെറ്റപ്പാണിത്. ഇതാണ്ടോ കേട്ടോ, അത് അടിയിൽ നിന്നൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ നമ്മളെ കാലിങ്ങനെ കയറ്റി വെച്ച് അടിപൊളിയായിട്ട്, ഇത് ബട്ടണിലാട്ടോ, ബട്ടണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മാക്സിമം ഉയർത്താൻ നമുക്ക് ഈ സീറ്റൊന്ന് മുന്നോട്ട് ഇട്ടാൽ നമ്മളെ കാലിൻ്റെ മേലേക്ക് വെക്കാം. അതിനുശേഷം ഈ സീറ്റ് നമ്മൾ കടത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കടന്നുറങ്ങിയിട്ട് യാത്ര ചെയ്യേണ്ട ആൾക്കും അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനുള്ള സെറ്റപ്പ് ഇന്നോവ ഹൈക്രോസിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ട് എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഒരു ലക്ഷറി സെഗ്മെൻറ്റ് വാഹനത്തിൽ പോലും നമ്മൾ കാണാത്ത ഓപ്ഷനാണ് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇതാണ്ടോ, ഇതിൽ വെൻറ്റിലേഷനും ഉണ്ട്. അതായത് സുഖിച്ച് യാത്ര ചെയ്യുക.
പൈസ കൊടുത്തോൽക്കില്ല മുതൽ തീർച്ചയായിട്ടും ഇന്നോവ ഹൈക്രോസിലുണ്ട്. 40 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വരുന്നൊരു വാഹനം കൂടിയാണ്. പക്ഷേ ടൊയോട്ടനെ സംബന്ധിച്ച് അവർ ഇത്ര വില വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിന് മുന്നൊക്കെ നമ്മൾ കണ്ടത് ഇത്രയും ഫീച്ചേഴ്സും അവർ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഇത്ര പൈസ വാങ്ങുമ്പോൾ അതിനുള്ള ഫീച്ചറും പാടെ അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ കണ്ടങ്ങൾ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ AC നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ AC വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഈ പനോറമിക് റൂഫൊക്കെ കണ്ടുപോകുമ്പോൾ ഇതൊരിക്കലും ഇന്നോവയാണെന്ന് നമുക്ക് തോന്നില്ല. അത്യാവശ്യം നല്ലൊരു ലക്ഷറി വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ തന്നെ നമുക്കിവിടെ കിട്ടും. പിന്നെ കാണിച്ചാൽ കേട്ടോ, എല്ലാവരും കൂളിംഗ് ഇല്ലായിട്ട് പ്രശ്നം ഉണ്ടാക്കലുണ്ട്. എന്നാൽ ഇന്നോവ ഹൈക്രോസ് എടുക്കണവർക്ക് ആ ചൊറയും വേണ്ട. ഇവിടെ ഒരു കർട്ടനും ഇന്നോവ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യമായിട്ടോ ടൊയോട്ട ചെയ്ത്. ഇതൊക്കെ ലക്ഷറി സെഗ്മെൻറ്റിൽ കണ്ടിരുന്ന ഫീച്ചറൊക്കെ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു പ്രൈസിന് വരിക എന്ന് പറയുമ്പോൾ ഇതൊന്നൊക്കെ ഈ പ്രൈസിൽ എന്ന് പറയാനല്ല, മറ്റൊട്ടനവധി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസിൽ വരിക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും ലാഭമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഇത് ഇന്ന് വാങ്ങിയവന് അടുത്തോലം വിറ്റാലും ചിലപ്പോൾ പൈസ പോവില്ല. കാരണം ഇപ്പോൾ 40,40,000 ഉള്ള വണ്ടി ചിലപ്പോൾ അടുത്തോലം അതിൻ്റെ മേലക്കൊക്കെ പോകുമ്പോൾ 45,000 50,000 വില വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഇത് യൂസ്ഡ് സെഗ്മെൻറ്റ് എടുത്തതിൻ്റെ വില ഈ വില തന്നെക്കാരം. അതാണ് ശരിക്കും ടൊയോട്ടൻ്റെ ചരിത്രം മുന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നോവയിലാണെങ്കിലും ഇന്നോവ ക്രിസ്റ്റയിലാണെങ്കിലും ഫോർച്യൂണറിലാണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ആ രീതിയിലാണ്. അതുകൊണ്ട് ഇന്നോവ ഹൈക്രോസ് എടുക്കുന്നവർക്കും വല്ലാതെ ഡിപ്രസിയേഷൻ വരാത്തൊരു മോഡൽ വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ പുറകെ ഏറ്റവും ബാക്കിലിരിക്കേണ്ട ആൾക്കാർക്ക് കയറേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നമുക്ക് ഇത് ഇങ്ങനെ മുന്നിക്കാക്കാൻ പറ്റും. ഈ ഒരു ക്ലിപ്പിൽ ഇതുണ്ടോ, ഇങ്ങനെ മുന്നിക്കാക്കിയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മുന്നിക്കാക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും. ഇതുണ്ടോ, ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് കയറി കഴിഞ്ഞാൽ ഇതുണ്ടോ 3rd റോ സീറ്റാണിത്. ഇതും അത്യാവശ്യം വലിയ ഹൈറ്റുള്ള ആൾക്കാർക്കൊന്നും കംഫർട്ട് ഉണ്ടാവില്ല. പിന്നെ പോലത്തെ ഒരാൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുക. അതുണ്ടോ, അതിന് ഇവിടെ ലിവർ വന്നിട്ടുണ്ട്. ഈ പുറകിലിരിക്കുന്ന ആൾക്കും ഇത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ലിവർ വന്നിട്ടുണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഇരിക്കാൻ ഒരു സ്പേസ് മുന്നിലിട്ട് ഇട്ടാൽ തന്നെ അത്യാവശ്യം നമുക്കിവിടെ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ 3 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇവിടെ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കും AC വെൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ പുറകിൽ 3 ആൾക്കുള്ള സീറ്റ് ബെൽറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടെങ്കിൽ സൈഡിലുള്ള 2 ആൾക്കുള്ള സീറ്റ് ബെൽറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കുള്ള സീറ്റ് ബെൽറ്റ് ഇവിടെ റൂഫിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പേരെ തന്നെ ടൊയോട്ട ബാക്കിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ സേഫാണ്. ഈ ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം ചെറുതാണ്. മറ്റേ ഇന്നോവ ക്രിസ്റ്റയിലിനെക്കാട്ടിലും ചെറുതായി. ഇന്നോവ ക്രിസ്റ്റയിലുണ്ടെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ് വലിയ ക്വാർട്ടർ ഗ്ലാസ്സാണ്. പക്ഷേ ഹൈക്രോസിക്ക് വന്നപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സായി. അത് ശരിക്കും പുറകിലിരിക്കുന്ന ആൾക്കൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാവുക സംശയമുണ്ട്. എങ്കിലും മുന്നിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടി ഇറങ്ങാം, മുന്നിൽ കൂടി സെൻറ്ററിൽ കൂടി ഇറങ്ങാം കേട്ടോ. ഈ ഭാഗത്തു കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതായത് അടിപൊളി യാത്രാ കംഫർട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഇന്നോവ ഹൈക്രോസ്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നിങ്ങളെ കാണിക്കുക. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഇലക്ട്രിക്കലി ഇത് ബൂട്ട് ഓപ്പൺ ആവും. അതേപോലെ തന്നെ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ ഇത് ക്ലോസ് ആവും. അത്തരം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ JBLൻ്റെ സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ JBLൻ്റെ നല്ലൊരു കിടിലം ബാഡ്ജോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ JBLൻ്റെ സ്പീക്കറും ഡിസ്പ്ലേയൊക്കെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിൽ 3 ആളെന്ന് ടൊയോട്ട പറഞ്ഞ പോലെ തന്നെ ഇനി 3 ആൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇതുണ്ടോ, ഇവിടെ വെക്കാം. ഇനി അഥവാ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്താൽ ഇതിങ്ങനെ തട്ടിക്കളിച്ചൊന്നും വേണ്ട. ഇത് വെക്കാനൊരു സ്ഥലവും ടൊയോട്ടോടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്നോളും, ആളൊരു അലമ്പുമില്ല. അതേപോലെ ഇതിൻ്റെ ടൂൾസ് ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നീറ്റ്നെസ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാം. നമുക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാം. ഇനി നമുക്ക് കൂടുതൽ ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് അലമ്പില്ലാതെ നിൽക്കാൻ വേണ്ടിയാണ്ടേ ഇവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചാൽ ആളവിടെ നിന്നോളും, ഒരലമ്പുമില്ല. ഇങ്ങനെ തട്ടിക്കളിച്ചൊന്നും വേണ്ട. ഇനി ഇവിടെ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിത് ഇതിന്മേൽ വലിച്ചാണ്ട് ഇത് നിർത്താനും പറ്റും. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ
ബൂട്ട് ക്ലോസ് ആവും ചെയ്യും. ഇത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ ZX ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നോവ ഹൈക്രോസ് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു സ്കേർട്ടിംഗ് ആണ് അവർ എക്സ്ട്രാ അഡീഷണൽ കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അതേപോലെ സ്പോയിലർ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടൊയോട്ടയിൽ ഇന്നോവ ക്രിസ്റ്റയിൽ നിന്ന് ഹൈക്രോസ്ക്ക് വന്നപ്പോഴേ അടിമുടി മാറി എന്ന് പറഞ്ഞാൽ അടിമുടി മാറിയിരിക്കാനാണ്. ഇപ്പോൾ ഈ 3 വണ്ടി ബാക്കോട്ട് നോക്കുകയാണെങ്കിലും സൈഡ് പ്രൊഫൈൽ കൊണ്ട് നോക്കുകയാണെങ്കിലും ഫ്രണ്ട് പ്രൊഫൈൽ കൊണ്ട് നോക്കുകയാണെങ്കിലും ഒട്ടനവധി മാറ്റത്തോടു കൂടിയാണ് വാഹനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. MPV സെഗ്മെൻറ്റിലുള്ള വാഹനമാണെങ്കിലും ഒരു SUV-ൻ്റെ ലുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് വാഹനമുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നോവ ഹൈക്രോസിൻ്റെ പുറകുവശം കണ്ടത് നേരെ ക്രിസ്റ്റയിലോട്ട് വരുമ്പോഴേ അത് ഏറ്റവും ന്യൂജൻ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. സാധാ ഇന്നോവയാണോ, ഇന്നോവ ക്രിസ്റ്റ ആണോ, ഇന്നോവ ഹൈക്രോസ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം ഇതിന് തീർച്ചയായിട്ടും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. രാജാവെന്നു രാജാവെന്നു പറഞ്ഞ പോലെ ഇതിനിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതന്നെ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 2015, 14, 16 മോഡൽ വാഹനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു 40 ലക്ഷം കൊടുത്തെടുക്കുന്ന ആൾക്ക് കിട്ടുന്ന അതേ ഉപയോഗം തന്നെയാണ് ഈ ഒരു 10-12 ലക്ഷം റുപ്യ മുടക്കുന്ന ആൾക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ 3 ലക്ഷം കൊടുത്താലും ഇപ്പോൾ ഇന്നോവ നമുക്ക് കിട്ടാണ്ട്, നല്ല അടിപൊളി എൻജിൻ കണ്ടീഷനോട് കൂടി നമുക്ക് ഇന്നോവ കിട്ടാണ്ട്. അപ്പോൾ ഉപയോഗം 5-8 പേർക്ക് യാത്ര ചെയ്യാൻ, ഇനിയിപ്പോൾ ഇവൻ സ്റ്റാർട്ട് ചെയ്താലും ഇവിടുന്ന് നേരെ കാശ്മീർ ടു കന്യാകുമാരി പോകണമെന്നുണ്ടെങ്കിലും 3 ലക്ഷത്തിൻ്റെ ഇന്നോവയാണെങ്കിലും ധൈര്യമായിട്ട് പോവാം. അതാണ് ടൊയോട്ട നമുക്ക് തരുന്ന എൻജിൻ ലൈഫ്. കാരണം 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്കൊന്നും യാതൊരു കുലുക്കോ അനക്കോ ഇപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നോവക്ക് ഇപ്പോഴും നല്ല റീസെയിൽ മാർക്കറ്റാണ്. ഇപ്പോൾ പുതിയ മോഡലൊക്കെ എടുക്കണമെങ്കിൽ 40-30 ലക്ഷം രൂപ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ സെഡ് ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം 17-18 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങളും മാർക്കറ്റിൽ നല്ല റീസെയിൽ മാർക്കറ്റോട് കൂടി പോകാണ്ടായ ഒരു കാരണം അതാണ്. കാരണം ഒരു 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നമ്മളൊരു കമ്പനി പോയി പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കുക, ഇത്തരം സെറ്റപ്പില്ല, ഇത്ര ലൈഫില്ല, അല്ലെങ്കിൽ ഇത്തരം നമുക്ക് റീസെയിൽ മാർക്കറ്റിലൊരു വണ്ടി മറ്റൊന്ന് പറയാൻ തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ നമ്മൾ ഈ ഇന്നോവൻ്റെ സൈഡ് പ്രൊഫൈൽ, ഇന്നോവ തന്നെ വരുന്നത് ഇന്നോവ ഹൈക്രോസിൻ്റെ സൈഡ് പ്രൊഫൈലും പാടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ക്വാർട്ടർ ഗ്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്റ്റയിലാരൊന്നും പാടെ ചെറുതായി റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് പ്രൊഫൈൽ കൊണ്ട് പോകുമ്പോഴേ ക്യാരക്ടർ ലൈനാണെങ്കിലും ബോഡീൻ്റെ ഷേപ്പ് ആണെങ്കിലും മൊത്തത്തിൽ അടിമുടി മാറ്റാട്ടോ. അതേപോലെ ഇതിൻ്റെ ടയർ സൈസ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതിൽ 18 സൈസ് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇത് ഇന്നോവ ക്രിസ്റ്റയിലാണെങ്കിലും 17 സൈസ് സെഡിൽ വരുന്നുണ്ട്. G4 വരുമ്പോൾ 16 സൈസാണ് വരുന്നത്. അതേപോലെ ഈ ഒരു വാഹനത്തേക്ക് വന്നപ്പോൾ 18 സൈസ് വീലുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ബോഡിയിൽ വന്ന സെയിം കളറിൽ തന്നെ മിററും കാണാൻ പറ്റും. അതേപോലെ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്ന് ഒരു കിഡിലെ ലുക്ക് തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലും തരുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് 18 മാസം ഷോറൂമിൽ ബുക്കിംഗ് ഉണ്ടെങ്കിലും വെള്ള കളറിന് അല്ലെങ്കിൽ പേൾ വൈറ്റ് കളറിന് ഒന്നും കൂടെ ഡിമാൻഡാണ്. കാരണം ഷോറൂമിൽ ബുക്കിംഗ് എടുക്കണില്ല എന്നാണ് ഇപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആരെങ്കിലും ഈ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. കാരണം എത്രത്തോളം ബുക്കിങ്ങും പേൾ വൈറ്റ് കളറിന് ഒരുപാട് ഡിമാൻഡാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബുക്കിംഗ് എടുക്കണില്ല എന്നും കൂടി അറിയാൻ കഴിഞ്ഞു. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് കൊണ്ട് നോക്കുമ്പോഴേ ഒരു ലക്ഷറി ലുക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു കേട്ടോ. വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, അതിൽ ടൊയോട്ടൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു ക്യാമറ കാണാൻ പറ്റും. ഇത് 360 ക്യാമറയാണ്. മിററിൻ്റെ താഴെയും ബാക്കിലും സൈഡിലും മുന്നിലൊക്കെ ആയിട്ട് നമുക്ക് ക്യാമറകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടൊയോട്ടൻ്റെ വലിയൊരു ലോഗോ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബമ്പറിൽ വരുമ്പോഴേ സെൻസറുകൾ കാണാം. ഇവിടെ കണ്ടങ്ങൾ ഇത് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലൈറ്റാണ്, LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഫോഗ് ലാമ്പ് വന്നിട്ടുള്ളത് നേരെ താഴെ ചെറിയൊരു ഫോഗ് ലാമ്പും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2850 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതേപോലെ ഇന്നോവ ഹൈക്രോസിൻ്റെ ലെങ്ത്ത് വരുന്നത് 4755 മില്ലിമീറ്റർ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1785 മില്ലിമീറ്ററാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1845 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോഴേ ആകെ 310 കിലോമീറ്ററാണ് ഇപ്പോൾ 312 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് കൂടുതൽ കിലോമീറ്റർ ഓടിയാൽ ഇത് വാങ്ങാൻ വരുന്ന ഒരാൾക്ക് ഓൾക്ക് അത്രത്തോളം ഇഷ്ടത്തോടു കൂടി വന്ന് പുതിയ വണ്ടി വാങ്ങുന്ന ഫീൽ തന്നെ അവർ വാങ്ങിക്കട്ടെ. നമ്മൾ കൂടുതലായിട്ടൊന്നും ഓടിക്കുന്നില്ല, ജസ്റ്റ് 2 കിലോമീറ്റർ ഓടിക്കുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഇത് വാങ്ങാൻ വരുന്നവരോടാട്ടോ. കാരണം നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി. 312 കിലോമീറ്റർ പറഞ്ഞാൽ ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്ത് അവരെ വീട്ടിലേക്ക് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ 300 കിലോമീറ്റർ ആയിട്ടുണ്ടാവും.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ വണ്ടി വെക്കുന്നത്. അത് ശരിക്കും ഒരു ചോദ്യമല്ല കേട്ടോ. ഇവിടെ വരുന്ന ഒട്ടനവധി കസ്റ്റമർ എന്നോട് ചോദിക്കലുണ്ട് എന്താ ഇപ്പോൾ ഒരു വിൽക്കാൻ കാരണം. പല കാരണം കൊണ്ടും ആളുകൾ വണ്ടി വെക്കും. പല ആളുകൾ പല മെൻറ്റാലിറ്റിയിലെ പല സ്വഭാവമുള്ള ആളുകളാണ്. ചിലർക്ക് വണ്ടി എടുത്ത് പെരീക്കെത്തുമ്പോൾ ചിലപ്പോൾ കളറ് പറ്റിയിക്കില്ല, ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. ഇതെന്താ വെച്ചാൽ 18 മാസം മുന്നേ ബുക്ക് ചെയ്തൊരു കസ്റ്റമറേ ഇത്രത്തോളം വണ്ടിക്ക് കാത്തു നിന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പുതിയൊരു വേറെ വണ്ടി കിട്ടി. അപ്പോൾ അവരതെടുത്ത് അവരെ പേരിലൊക്കെ രജിസ്റ്റർ ചെയ്ത് മാറ്റി അവരത് ഉപയോഗം തുടങ്ങി. അപ്പോൾ പുതിയ വണ്ടി ഇറങ്ങിയപ്പോൾ അത് വാങ്ങിയിട്ട് അവർ സെയിൽ ചെയ്യാമെന്ന് കരുതി. കാരണം ധൈര്യമാണ്. ഇത് നമ്മൾ ഗോൾഡ് വാങ്ങണ മാതിരിയാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാലും അതേ പ്രൈസും അതിൽ കൂടുതൽ പ്രൈസും കിട്ടുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ അവർ വാങ്ങി ഇപ്പോൾ അവർ വിൽക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തൊന്നുമല്ല, പാർക്ക് ആൻഡ് സെയിലാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മൾ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി താല്പര്യമുള്ള ആളുകൾ വേഗം വന്നോളി, ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി വേറെ ഒന്നും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കിട്ടാനുമില്ല, അന്വേഷിച്ച് നോക്കിയിട്ട് കാര്യമില്ല, എവിടെയും വണ്ടിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നമ്മളെ കയ്യിലാണ് സ്റ്റോക്ക് ഉള്ളത്, ധൈര്യമായിട്ട് പോകുന്നോളി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഈ വണ്ടീൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും പാടൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കാൻ പോവുകയാണ്. നോർമൽ മോഡലാണ് ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈബ്രിഡിലല്ല, ഇലക്ട്രിക് മോട്ടറിലല്ല പോണത്. ഇപ്പോൾ നിങ്ങൾ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അതായത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഫീലിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് ഇന്നോവ ആണെങ്കിലും ക്രിസ്റ്റ ആണെങ്കിലൊക്കെ നമ്മൾ ഡീസൽ വണ്ടികളിങ്ങനെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇന്നോവ ഹൈക്രോസ്ക്ക് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴേ അടിപൊളി. ഇവിടെ എ സി ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എ സി വെന്റിലേഷൻ സീറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അടിപൊളി കൂളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഫാനിൻ്റെ സ്പീഡൊന്നും കമ്മിയാക്കല്ലേ, എന്താ കാറ്റിൻ്റെ സൗണ്ടിന്. അപ്പോൾ നമുക്ക് ഫാനിൻ്റെ സ്പീഡൊന്നും കമ്മിയാക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതേ സീറ്റ് എനിക്ക് ഇരിക്കാനുള്ള കംഫർട്ടിലല്ല ഉള്ളത്, ഒന്നും പാടെ ബാക്ക് കിടണം. അടിപൊളി. ഇനി നമുക്കിങ്ങനെ ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി ആട്ടോ, അടിപൊളിയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് യാതൊരുവിധ മറവുമില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ആക്സിഡൻറ്റ് കൊടുത്ത ഇവ അടിപൊളിയായിട്ട് കയറി പോകുന്ന വണ്ടി. ഇനി നമുക്കേ ഇത് കാണിക്കാം. ഇതാണോ ഡ്രൈവ് മോഡ് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളേ EV മോഡിലാണ്. EV മോഡിൽ ഇത് ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ പവർ മോഡിലാണ് വണ്ടി ഉള്ളത്. പവർ മോഡിൽ മാറിയപ്പോൾ തന്നെ RPM ഉണ്ടല്ലോ, അടിച്ച് കയറാണ്. ആക്സിലേറ്റർ ഇങ്ങനെ കാല് വെക്കുമ്പോൾ തന്നെ പറഞ്ഞ് പോകുന്നുണ്ട് വണ്ടി. നമ്മൾ പറഞ്ഞ് ഓട്ടണില്ല, കാരണം നമ്മൾ മുന്നിക്കൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിലത്തെ റോഡുകൾ ചെറിയ റോഡാണ്. പിന്നെ നമുക്കിവിടെ വൺ വേ റോഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഓടിക്കുക. അതിപ്പോൾ വലിയൊരു വളവാട്ടോ വന്ന് ഇതിങ്ങനെ ഒടിച്ചെടുത്താലും സ്റ്റിയറിംഗ് നമുക്ക് നോക്കിക്കോ കണ്ടോ, വലിയ ബോഡി റോളിങ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് എന്ന് പറയാൻ കാരണം തന്നെ ബോഡി റോളിംഗ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇതാണ്ടോ ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഇവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് നേരെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് സ്പോർട്ട് മോഡ് ഓണായി. സ്പോർട്ട് മോഡ് കിട്ടാൽ നമുക്ക് ഈ പെഡൽ ഷിഫ്റ്റൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതുണ്ടോ. ഇപ്പോൾ 3ാം ഗിയറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പെഡൽ ഷിഫ്റ്റിൽ 4, അതേപോലെ ഒരുപാട് ആക്സിലേറ്റർ കൊടുത്താൽ പെഡൽ ഷിഫ്റ്റിൽ 5. അപ്പോൾ അങ്ങനെയൊക്കെ ഗിയർ മാറ്റിയാൽ ഡ്രൈവിംഗ് പ്രാന്തന്മാർക്കും ഈ വണ്ടി പറ്റും. ഈ പ്രാന്തന്മാർ എന്ന് പറയുമ്പോഴേ സോറി കേട്ടോ, കാരണം അത് ശരിക്കും വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നൊരു വണ്ടി പ്രാന്തം എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. ആ പ്രാന്തും ഈ പ്രാന്തും വേറെയാണ്. അതേപോലെ നമ്മൾ ചില ടോക്കിൽ വരുന്നുണ്ട്, ഇപ്പോൾ ഇന്നോവയുടെ ആരാധകർ എന്ന് പറയലുണ്ട്. അപ്പോഴും എനിക്ക് ഓരോ കമൻറ്റ് കാണലുണ്ട്, ആരാധിക്കാൻ പാടില്ല വണ്ടിനെ. ആ ആരാധന ഈ ആരാധന വേറെയാണ്. ഓരോ ഇതിൽ വരുമ്പോൾ മൊമെൻറ്റ്സിൽ വരുമ്പോൾ വേർഡിൽ എന്തെങ്കിലും തെറ്റുകുറ്റം വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ വണ്ടി പ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്രാന്തന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലും തന്നെയാണ് ഇന്നോവ ഹൈക്രോസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു വാഹനം ആരെങ്കിലും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞുതരാം, 40,40,000 രൂപ ഇതിൻ്റെ വണ്ടി വാങ്ങിച്ച ആൾക്ക് ഇതിൽ ഷോറൂമിൽ പ്രൈസ് ഉണ്ട്. ഏകദേശം 60,000 രൂപ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വന്ന് അദ്ദേഹത്തിന് 41 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് അദ്ദേഹത്തിന് പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇത് കമ്പനിയിൽ ബുക്ക് ചെയ്താൽ 18 മാസം ഉണ്ടായതുകൊണ്ട് തന്നെ, ബുക്കിംഗ് എടുക്കാത്തത് കൊണ്ട് തന്നെ, ഈ പേൾ വെയ്റ്റിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്ന ആൾക്കും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഒരു 1.5 ലക്ഷം രൂപ ഇതിൽ പ്രീമിയം നമ്മൾ ചോദിക്കുന്നുണ്ട് വാഹനത്തിൽ. അതായത് ഇതിൻ്റെ കസ്റ്റമർ വാങ്ങിയ വിലയെക്കാട്ടിലും കൂടുതൽ കിട്ടിയാലേ ഈ വാഹനം സെയിൽ ചെയ്യുള്ളൂ. അതിൽ നമ്മളെ ഒരു ലാഭം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ലാഭം കസ്റ്റമർക്ക് ചെറിയൊരു ലാഭം. ഇതിൽ നമ്മൾ 3-4 ലക്ഷം രൂപയൊന്നും അഡീഷണൽ ചോദിക്കണില്ല. 41 ലക്ഷം രൂപ ഇത് വാഹനം ഇറക്കിയ കസ്റ്റമർക്ക് വിലയാണ്. അപ്പം നമ്മൾ 42,25,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. അത് ഫൈനൽ പ്രൈസാണ്. ഈ കസ്റ്റമർക്ക് ചെറിയൊരു ലാഭമുണ്ട്.
ഇത് കച്ചവടം ചെയ്യണ നമുക്കും ഇതിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാം. ഇത് വാങ്ങിക്കുന്ന ആൾക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. ഇത് വാങ്ങിക്കുന്ന ആൾക്ക് 18 മാസം കാത്തിരിക്കേണ്ട. 3 ലക്ഷം രൂപ പ്രീമിയം കൊടുത്ത് ഈ വാഹനം വാങ്ങിച്ച ആളെ വരെ എനിക്ക് പരിചയമുണ്ട്. കാരണം വാഹനം കിട്ടുന്നില്ല, അത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം വാങ്ങിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഒരു 18 മാസം കാത്തിക്കണം എന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ മാത്രം വാങ്ങിച്ചാൽ മതി. മനസ്സിക്ക് അത്രത്തോളം ഈ 1.5 ലക്ഷം രൂപ നിങ്ങൾ അറിഞ്ഞ് ഒരാൾക്ക് ലാഭം കൊടുത്ത് ഈ വാഹനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി. ഇനി ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ 42,000 കൊടുത്ത് ഈ വണ്ടി വാങ്ങിച്ചാലും ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ടൊയോട്ട കമ്പനി നമ്മളതൊന്നുമല്ല. 5 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വണ്ടിൻ്റെ വില 50 ലക്ഷം ആവാനും സാധ്യതയുണ്ട്. കാരണം ടൊയോട്ടൻ്റെ ചരിത്രം അങ്ങനെ വന്നിട്ടുള്ളൂ. ഇന്നോവ ക്രിസ്റ്റ ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും ഇപ്പോൾ പഴയ ഇന്നോവ വാങ്ങിച്ച ആൾക്കാർ 3-4 കൊല്ലം ഓടിച്ചിട്ട് വിറ്റപ്പോഴും ഇവർക്ക് കമ്പനിയിൽ നിന്ന് എടുത്ത വിലൻ്റെയിലാറ് ലാഭം കിട്ടിയ ആൾക്കാർ എനിക്കറിയാം. അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റയിൽ ലാഭം കിട്ടിയ ആൾക്കാരെ അറിയാം. ഇന്നോവ ഹൈക്രോസും സംഭവിക്കാൻ പോണത് ഇത് തന്നെ ആവാനാണ് സാധ്യത. വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം എത്രത്തോളം ഫീച്ചേഴ്സും എത്രത്തോളം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന് വില കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോഴും നിങ്ങൾ ഈ 42,000 വാങ്ങിയ ആൾ ചിലപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് വെക്കുമ്പോഴും ചിലപ്പോൾ ഇതിന് വലിയ ഡിപ്രിസിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത കമ്മിയാണ്. ഒരിക്കലും ഉറപ്പല്ല കേട്ടോ പറയുന്നത്. സാധ്യതകൾ നമ്മൾ ഇത്രയും കാലം ഈ ടൊയോട്ടൻ്റെ ഈ വാഹനങ്ങളിൽ സംഭവിച്ചതൊക്കെ പാടെ വിലയിരുത്തിയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് പങ്കുവെച്ചത്. അതിന് കുറ്റപ്പെടുത്തരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യുമ്പോഴേ നമ്മളത് നമ്മൾ വായിക്കണില്ല എന്ന് കരുതരുത്. ഉറച്ച് മനസ്സിലാക്കി വായിച്ച് അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ ഇതുവരെ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.